ഇവിടെ വന്നിട്ട് കുറച്ച് നാൾ നിന്നിട്ട് തിരിച്ച് എറണാകുളത്തേക്ക് പോകുമ്പോഴല്ലോ ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. അവിടെയും കുഴപ്പമൊന്നുമില്ല, എന്നാലും സ്വന്തം വീട്ടിൽ നിന്നിട്ട് പോകുമ്പോഴൊരു വിഷമമുണ്ടല്ലോ, ഒരു വിഷമമാണ്. ഇന്നതിൻ്റെ പാക്കിംഗ് പരിപാടികളാണ്. വേണ്ടോ ഇവിടെ സ്ഥിരതാമസമല്ലാത്തോണ്ടേ അയലൊന്നുമില്ല കേട്ടോ. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടാണ് ഉണക്കുന്നത്. ഒരു ലോഡ് തുണി കൊണ്ടുപോകാനുണ്ട്. പിന്നെ 7 ദിവസം ലീവുള്ളതുകൊണ്ട് സച്ചുനും സ്കൂള് ഒക്കെ ലീവ് എടുത്തതായിരുന്നു കേട്ടോ. വീട്ടിലിരുത്തി പഠിപ്പിക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു. അവർ നോട്ട്സൊക്കെ കറക്റ്റായിട്ട് അയക്കേ. പക്ഷെ ഉണ്ടല്ലോ ഇവിടെ വന്നതിന് ശേഷം ആ ബുക്ക് തൊട്ടിട്ടേ ഇല്ല. ഇനി ആ ടീച്ചേഴ്സിന്റെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കുമെന്ന് എനിക്കറിയില്ല. അവൻ തീരെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അവനിങ്ങനെ ഒരു ഈ മറ്റേ കൂടഴിച്ചു വിട്ട ഒരു സ്വാതന്ത്ര്യമില്ലേ, അതുപോലെയായിരുന്നു കളി. പിന്നെ എനിക്കും കുറച്ച് സങ്കടം വന്നിട്ടോ. അവിടെ ആ വീടിനുള്ളിൽ എറണാകുളത്ത് അങ്ങനെ ഇരിക്കുന്നല്ലേ, ചുമ്മാ ആ വീടിനുള്ളിൽ ഇരിക്കില്ല. അവന് കളിക്കാനൊന്നും എവിടെയും പോകാനൊന്നുമില്ലല്ലോ. അപ്പം അവൻ കളിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. നാളെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഇന്ന് വരെ ഈ ബുക്കൊന്നും തൊട്ടിട്ടില്ല കേട്ടോ. ഇനി എന്താവോ. ഈ ഒരു ബാഗ് ഞാൻ മാക്സിന്ന് മേടിച്ചാണ് കേട്ടോ. 99 രൂപയുള്ളൂ. പക്ഷെ എനിക്കിതുകൊണ്ട് കുറേ യൂസ് ഉണ്ട് കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്ലോത്തും ആണ് കേട്ടോ. നമ്മളെ ഹെയറിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളെ ഹെയറിൻ്റെ ടെക്സ്ചർ അനുസരിച്ചിട്ട് എന്താ പറയുക, ആ ഒരു ഹീറ്റിൽ അത് അഡ്ജസ്റ്റ് ആവും കേട്ടോ. കറക്റ്റായിട്ട് എങ്ങനെ ഫ്ലോ ആയിട്ട് പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര നല്ല സ്ട്രൈറ്റ്നറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ അടുത്ത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്ട്രൈറ്റ്നറൊന്നും അത്ര നല്ലതൊന്നുമല്ലായിരുന്നു. റേറ്റിൻ്റെത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഫോർഡബിൾ റേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ EMI ഇട്ടിട്ട് മേടിച്ച സാധനമാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 6000 രൂപ എങ്ങാണ്ടായിരുന്നു. നല്ല സ്ട്രൈറ്റ്നറാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ആ ബാഗിൽ ഇട്ടിട്ട് കൊണ്ടുവരാൻ നല്ല സുഖം. ഇതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു പൗച്ചാണ് കേട്ടത്. ഇതൊരു ബോക്സും ഉണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പൗച്ചും വരും കേട്ടോ. ഇതൊക്കെ സുഡിയോന്ന് മേടിച്ച ഷെയ്ഡ്സാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഏതാണെന്നറിയോ, ഇതൊരു കളർ ബാറിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ലതാണ് കേട്ടോ, കളർ ബാറിൻ്റെ ആണിത്. നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ഇതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ, ഇത് ലാക്മീൻ്റെ. ഇത് അതെല്ലാം കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ഷുഗറിൻ്റെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ, ഇത് കണ്ടോ, ഇത് ഈ എന്താ ഹുക്സറ കുച്ചിപ്പിടീൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റുമാണ്, നല്ല ലിപ്സ്റ്റിക്കുമാണ്, നല്ല ഷെയ്ഡുമാണ് കേട്ടോ. നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അത് ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ മേടിച്ചോ, അഫോർഡബിൾ റേറ്റേ ഉള്ളൂ. ഇതിന് 200 രൂപ കണ്ടേ വരുന്നുള്ളൂ കേട്ടോ. പോക്കുകൊണ്ടേ ചിലപ്പോൾ ചില സാധനങ്ങൾ അവിടെ ആയിരിക്കും, ഇവിടെ ആയിപ്പോവും. അപ്പം അതൊന്നും ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്നൊരു ബാഗാണ് കേട്ടത്. നല്ല ബാഗാണ്. ഈ 2 ബെഡ്ഷീറ്റ് കാണുമ്പോണ്ടല്ലോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരും. 20,000 രൂപേൻ്റെ 2 ബെഡ്ഷീറ്റാണിത്. അഹങ്കാരം പറയല്ല. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ ഒരു പ്രമുഖ വ്യവസായിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഈ ആളച്ചേർക്കൽ പരിപാടി. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്, അതിനകത്ത് നീ ഒരു 20,000 രൂപേൻ്റെ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അതിനകത്തേക്ക് കൂടും, നിനക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാം. എന്നിട്ട് അവൾ എനിക്ക് ആർക്കൊക്കെയോ കാറ് കിട്ടിയതോ വീട് കിട്ടിയതോ ഒക്കെ എനിക്ക്, പിന്നെ കുറേ ബാങ്ക് പൈസ ക്രെഡിറ്റ് ആയതിൻ്റെ കുറേ സ്ക്രീൻഷോട്ടുകൾ ഒക്കെ എനിക്ക് അയച്ചു തന്നു. ഞാനും വിശ്വസിച്ചു. എന്നോട് ചേരുമ്പോഴേ എല്ലാവരും പറഞ്ഞു ചേരില്ലേ. പക്ഷെ കേട്ടില്ല, പോയി ചേർന്നു. ആ 20,000 രൂപയിൽ നമുക്കിഷ്ടമുള്ള പ്രോഡക്റ്റ് ഒന്നും അപ്പോൾ വാങ്ങാൻ പറ്റില്ലായിരുന്നു തോന്നുന്നു. എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്നറിയോ, 500 രൂപേൻ്റെ കുളിക്കുന്ന സോപ്പ്. എന്താണ്, ഒട്ടകപ്പാലിൻ്റെയോ എന്തോ ഒരു സോപ്പ്. പിന്നെ 1500 രൂപേൻ്റെ അങ്ങാണ്ട് കോഫി പൗഡർ. റേറ്റ് എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഏകദേശം ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ കുറേ കുപ്പിയിൽ എന്തൊക്കെയോ ജ്യൂസുകൾ. സംഭവം ആ സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇനി വല്ല കുടലും കൂടെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലെനിക്ക് ആകെ യൂസ് ചെയ്യാൻ പറ്റിയ 2 സാധനങ്ങളാണ് ഈ 2 ബെഡ്ഷീറ്റും. ഇതിന് പില്ലോ കവറും കൂടെ കിട്ടിയിരുന്നു കേട്ടോ 20,000 രൂപയ്ക്ക്. അപ്പം ഇതിനകത്ത് കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ഒരു കുത്തൽ വരും, 20,000 രൂപേൻ്റെ ബെഡ്ഷീറ്റിലാണല്ലോ ഞാൻ കിടക്കുന്നതെന്ന്. അതിലാകെ ഞാൻ ദൈവം എൻ്റെ സൈഡിലുണ്ടെന്ന് വിചാരിച്ചൊരു കാര്യം എന്താ അറിയോ, ഞാനതിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ ആളെന്നോട് പറഞ്ഞിരുന്നു, നീ ചേർന്നതോ ചേർന്നു,
ഇനി ഒരാളെ എന്നത്തേക്ക് ചേർത്തരുത്, പോയ പൈസ പോട്ടെ, ഇനി ചേർത്തരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം അവരെ മീറ്റിങ്ങും അവർക്കൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും എല്ലാ ദിവസവും. അപ്പം കുറെ കോട്ടിട്ട ആളുകളൊക്കെ വന്നിട്ട് മീറ്റിംഗ് ഒക്കെ നടത്തും. അപ്പം ഏകദേശം എനിക്ക് അതിനുള്ളിൽ കയറിയപ്പം എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ എനിക്ക് മനസ്സിലായി എന്തൊക്കെ ഒരു ഫ്രോഡ് തരം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഒരാളെ പോലും ചേർത്തില്ല കേട്ടോ. ഇല്ല അതും കൂടെ ഓർത്തിട്ട് പിന്നെ ഞാൻ ഫീൽ ചെയ്യണമായിരുന്നു. ഏതായാലും ആ ഒരു തെറ്റ് ഞാൻ ചെയ്തില്ല. ചാടരുത്, ഇങ്ങനൊരു സംഭവമേ ഇല്ല. അങ്ങനെ ഒരു പൈസ ഒന്നും തരാൻ പറ്റുന്ന രീതിയിലുള്ള ബിസിനസ് ഒന്നും ഇന്ന് എവിടെയില്ല. ഇന്ന് നല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ ഒരാളെ ചേർത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇത്ര രൂപ കിട്ടും, അങ്ങനെ ഒരു സംഭവമില്ല. ആദ്യത്തെ കുറച്ച് ആളുകൾക്ക് ഇവർ എന്തെങ്കിലും കാറും വീടും ഒക്കെ കൊടുക്കും. അത് കണ്ടിട്ടാണ് നമ്മളൊക്കെ പോയി വീഴുന്നത്. അപ്പോൾ ആളെന്നോട് ലാസ്റ്റ് പറഞ്ഞത്, നീ അനുഭവിച്ചാലേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് പൈസ തന്നത്. ഞാൻ പോയി ചേർന്നു. അപ്പം എനിക്ക് പറ്റിയൊരു അമലിയാണ് കേട്ടത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. ഞാനേ അതിനിടയിൽ പോയിട്ട് ഒരു 10 മിനിറ്റ് കേട്ടോ ഉറങ്ങിട്ടോ. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില പറിച്ചു. എന്തിനാ അവിടെ പോയിട്ട് വിഷമുള്ളത് വാങ്ങി തിന്നണ്ടല്ലോ, ഇവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ പറിച്ചിട്ടോ. ശരിക്കും വളമിടാത്ത കറിവേപ്പിലേക്ക് എന്തൊരു നല്ല സ്മെല്ലല്ലേ. പിന്നെ അതാ സോഫയൊക്കെ ഒന്ന് മൂടിയിട്ടിട്ടോ. ഇല്ലെങ്കിൽ എന്താ പറയുക പ്രശ്നം, ചിലപ്പോൾ പൊടി ഉണ്ടാവുക. ഇവിടെ വലിയ പൊടി പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ഒരു മന്ത്ലി വൺസ് ഒക്കെ വരാറുണ്ടല്ലോ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്നാലും കുറച്ച് പഴയ ബെഡ്ഷീറ്റൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് മൂടിയിട്ടിട്ടോ എൻ്റെ ഒരു മനസ്സമാധാനത്തിന്.